ആകാശവാണി കവരത്തി. ഫെൺഫൂരിഷ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ ഫെൺഫൂരിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ഒരു സംരംഭകയും ആന്ത്രോത്ത് ദ്വീപ് സ്വദേശിനിയുമായ ശ്രീമതി ഫർഹാന തസ്ലീന ബാനു. സ്വപ്നങ്ങൾ കാണാൻ മാത്രമല്ല, അവ യാഥാർത്ഥ്യമാക്കാനും ധൈര്യപ്പെടുന്ന സ്ത്രീകളാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രചോദനം. സ്വന്തം കഴിവിലും ആത്മവിശ്വാസത്തിലും വിശ്വസിച്ച് ഒരു സംരംഭം ആരംഭിക്കുകയും ഇന്ന് അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു സംരംഭകയാണ് ഫർഹാന. അവരുടെ അനുഭവങ്ങളും സ്വപ്നങ്ങളും ഇന്ന് നമ്മളോടൊപ്പം പങ്കുവെക്കുന്നു. നമസ്കാരം, ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ ഫെൺഫൂർഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഫർഹാന എന്നാണ്. ഞാൻ ലക്ഷദ്വീപുകാരിയാണ്. ഞാൻ ജനിച്ചത് ആന്ത്രോത്ത് ദ്വീപിലാണ്. എൻ്റെ ഫാമിലി അംഗം എന്ന് പറഞ്ഞാൽ 6 അംഗങ്ങൾ അടങ്ങുന്നതാണ് എൻ്റെ ഫാമിലി. എൻ്റെ അമ്മക്കും പാപ്പക്കും ഞങ്ങൾ 4 കുട്ടികളാണ് ഉള്ളത്. ഒരു ആൺകുട്ടിയും 4 പെൺകുട്ടികളാണുള്ളത്. എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ ആന്ത്രോത്ത് ദ്വീപിലാണ് ജനിക്കുന്നത്. എൻ്റെ ഉമ്മ മലപ്പുറംകാരിയാണ്. എൻ്റെ ബാപ്പ ആന്ത്രോത്തുകാരനാണ്. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ കേരളത്തിലും ലക്ഷദ്വീപിലായിരുന്നു. ഞങ്ങളുടെ വീടെന്ന് പറയുമ്പോൾ ചെറിയ ഓലവടഞ്ഞ വീടായിരുന്നു. പാപ്പക്ക് ആ ടൈമിൽ ജോലിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആയിരുന്നു എൻ്റെ പാപ്പയ്ക്ക് ജോലി കിട്ടുന്നത്. അതുവരെ ഉള്ളത് കൊണ്ട് കഴിച്ചിട്ടാണ് ഞങ്ങൾ ജീവിച്ചു പോയിരുന്നത്. പിന്നെ എൻ്റെ പാപ്പയ്ക്ക് ജോലി കിട്ടി. എൻ്റെ പാപ്പ സ്വന്തമായിട്ട് വീടും എടുത്തു. ആ ടൈമിലായിരുന്നു പാപ്പയ്ക്ക് വേറെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. അങ്ങനെ ഞാൻ 3ാം ക്ലാസ് പഠിക്കുന്ന ടൈമിലായിരുന്നു ഞാൻ കവരത്തിയിൽ എത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ട്രാൻസ്ഫറായി നാട്ടിലേക്ക് തന്നെ പോയി. സ്വന്തം നാട്ടിൽ നിന്ന് മാറി മറ്റൊരു ദ്വീപിലെത്തി പുതിയ ജീവിതം തുടങ്ങുക എന്നത് തന്നെ വലിയൊരു തീരുമാനമാണ്. കവരത്തിയിലേക്ക് വരാനും ഇവിടെ താമസിക്കാനും കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ കരയിലായിരുന്നു കൂടുതലായിട്ടുള്ളത്, മലപ്പുറം. ഞാൻ കല്യാണം കഴിച്ച് അവിടെയായിരുന്നു ഫസ്റ്റ് ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് ജോലി കിട്ടി പോകുന്നത്. ആ ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് കോൺട്രാക്റ്റ് രീതിയിൽ ഒരു പണി അവിടെ എടുത്തു. ചെറിയ ഇഷ്യൂസ് വന്നു. അവിടെ ഞങ്ങൾ വർക്ക് ചെയ്തെടുത്തുനിന്ന് കൂടെയുള്ള ആൾക്കാർ തന്നെ നമ്മളെ കുറച്ച് പ്രോബ്ലത്തിൽ ഞങ്ങൾ വീണുപോയി. അങ്ങനെ ഞങ്ങൾ അതിന്ന് കരയേറി ഞങ്ങൾ ദ്വീപിലേക്ക് വന്നു, ആന്ത്രോത്ത് ദ്വീപിലേക്ക് വന്നു. ആ ടൈമിൽ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കടങ്ങളായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉബൈദിൻ്റെ ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും ഇവരൊക്കെ ആയിരുന്നു ഞങ്ങളെ സഹായിച്ചത്. പിന്നെ ചെറിയൊരു ഇഷ്യൂസ് ആയപ്പോഴാണ് ഞാൻ കവരത്തിയിലേക്ക് കാണിക്കാനായിട്ട് വന്നത്. ആ ടൈമിൽ എൻ്റെ പാപ്പാക്ക് ഇവിടെയായിരുന്നു ജോലി. അപ്പോൾ ഞാൻ വന്ന ടൈമിൽ വീട്ടിൽ കുറേ ദിവസങ്ങൾ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ ഞാൻ വെറുതെ ഇരിക്കുകയല്ലേ വീട്ടിൽ, എന്തെങ്കിലും ജോലിക്ക് പോയാൽ പൈസ കിട്ടൂലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോകുന്ന എഡ്യൂക്കേഷൻ ഡയറക്ടറിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അവിടെ ഒരുപാട് നല്ല ആൾക്കാരായിരുന്നു. അവർ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. മാഡം നല്ല ആളായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുഴപ്പമില്ല, ഞാനങ്ങനെ പണിക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ പൈസ കൊണ്ട് എനിക്കിത് മുന്നോട്ട് പോയി കിട്ടൂല എന്നെനിക്ക് തോന്നി. ഓരോ വിജയത്തിനും പിന്നിൽ ഒരുപാട് കഠിനാധ്വാനം ഉണ്ടാകാറുണ്ട്. സ്വയം ഒരു സംരംഭം തുടങ്ങണമെന്ന ചിന്ത എങ്ങനെ മനസ്സിൽ വന്നു? ഒരുപാട് കഷ്ടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് പൈസ കൊടുക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചെറിയ പൈസ കൊണ്ട് എവിടെ എത്തൂല, ആരതും കൊടുത്തെത്തൂല എന്ന് എൻ്റെ മനസ്സിൽ ചിന്ത വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൂടാ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാനിപൂരി ഉണ്ടാവും. പാനിപൂരിയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ മാഷാ അല്ലാ അത് നല്ല കച്ചവടം പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ പാനിപൂരിൻ്റെ ഇതിന്ന് കുറച്ച് മാറ്റി ഞാൻ വെച്ചു. ഞാൻ വിചാരിക്കുന്നു ആ പാനിപൂരി കൊണ്ട് പിന്നെയും എനിക്കിത് ബുദ്ധിമുട്ടുകൾ തീരാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് കടയിട്ടൂടാ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു. ഒരുപാട് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബാപ്പയും ആണ് കൂടുതലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങളങ്ങനൊരു കട ഇൻഷാ അല്ലാഹ് കുറേ ബുദ്ധിമുട്ടുകൾ താണ്ടി ഞങ്ങളായി കടയിട്ടു. ആദ്യം കടയിട്ടെടുത്ത് കുറേ പ്രോബ്ലങ്ങളായിട്ടാണ് ഞങ്ങൾ വേറെ കട തിരഞ്ഞെടുത്തിട്ടത്. തുടക്കത്തിൽ പല വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നത് സ്വാഭാവികമാണല്ലോ. ആദ്യകാലത്ത് നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? അവയെ എങ്ങനെയാണ് മറികടന്നത്? ആദ്യം ഞങ്ങൾ ഫസ്റ്റ് കട തുടങ്ങാനായിട്ട് ഞങ്ങൾ വേറൊരു ഏരിയ കണ്ടുപിടിക്കാൻ തുടങ്ങി. അതിൽ മുന്നേ ഞങ്ങളുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു മൂവിങ് ട്രക്ക് ഒരാളെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയെടുത്ത് ഞങ്ങൾ പിന്നെ ആദ്യമായിട്ട് ഒരു മൂവിങ് ട്രക്കായിരുന്നു ഞാൻ ആ പാനിപൂരീൻ്റെ ബിസിനസ്സിൽ നിന്ന് ഒരു മൂവിങ് ട്രക്കായിരുന്നു ഞാൻ അവിടെ നിന്ന് എടുത്തത്.
അങ്ങനെ പൈസ കൊടുത്ത് അന്ന് പൈസയും കൊടുത്ത് ആ മൂവിങ് ട്രക്ക് എടുത്ത ടൈമിലാണ് ചെറിയ ഇഷ്യൂസ് ആവുന്നത്. ഞാനും എൻ്റെ ബാപ്പയും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും കൂടിയാണ് ആ വണ്ടി എങ്ങനെയോ ഞങ്ങൾ ഉന്തിക്കൊണ്ടുപോയി ഞങ്ങളുടെ വീട്ടിലെത്തിച്ചത്. കോട്ടേഴ്സിലായിരുന്നു അപ്പോൾ താമസിക്കുന്നത്, പാപ്പാൻ്റെ അടുത്തായിരുന്നു. ടൈമിൽ ഞാനത് ഉന്തി എങ്ങനെയോ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ വരെ എത്തിച്ചു. അങ്ങനെ ഞങ്ങളത് എത്തിച്ച് ആ പ്രോബ്ലം അവിടെ സോൾവായി. പിന്നെ നടക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ വണ്ടി ഇടാനുള്ള സ്ഥലം എവിടെ വെച്ച് നമുക്ക് കച്ചവടം ചെയ്യാൻ കഴിയും എന്നൊരു സ്ഥലം. എൻ്റെ കയ്യിൽ മൂവിങ് ട്രക്കിൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ മൂവിങ് ട്രക്കിൻ്റെ ലൈസൻസും എടുത്തു. അങ്ങനെ അത് ഇടാനുള്ള സ്ഥലമാണ് ഇനി എനിക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു. അങ്ങനെ ലാസ്റ്റ് അന്വേഷിച്ചുകൊണ്ട് പോയി തിരഞ്ഞുകൊണ്ട് പോയി ലാസ്റ്റ് ഒരു സ്ഥലം കിട്ടി. നമ്മുടെ പാർക്കിൻ്റെ അടുത്തായിരുന്നു ആ സ്ഥലം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ആ പാർക്കിൻ്റെ അവിടെ ആ വണ്ടി കൊണ്ടുപോയിട്ടു. അവർ നല്ല സപ്പോർട്ടായിരുന്നു. ഈ കാടുകാർ ഒരുപാട് സഹായിച്ചു. അവിടെ റെഡിയാക്കാനും അവിടെ മരം വെട്ടി സെറ്റാക്കാനും ഒക്കെ ഒരുപാട് സഹായിച്ചു. അയാളും സഹായിച്ചു, അവരെ കുട്ടികളും സഹായിച്ചു. അപ്പോൾ അവിടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഒരുപാട് ചോദിച്ച് ലാസ്റ്റ് ഒരുപാട് കയറി ഇറങ്ങി ഒരുപാട് ആൾക്കാരോട് സഹായിച്ചു, അവരൊക്കെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയ അന്നാണ്, ഒരു മാസത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് കറണ്ട് കിട്ടുന്നത്. അത് കിട്ടിയ ശേഷമാണ് ബാക്കി പ്രോബ്ലങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടൈമിൽ അവിടെ കട നടത്തേണ്ടെന്ന് ഒരു തീരുമാനം വന്നു. ഒരുപാട് പൈസ അവിടെ ചിലവായി. ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുക്ക് വരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവിടെ ചിലവായി. എന്നിട്ട് കൂടിയും ഞങ്ങൾക്ക് അവിടെ കട നടത്താൻ കഴിയാത്ത അവസ്ഥ വന്നു. ഇനി എന്ത് ചെയ്യുമെന്നറിയത്തില്ല. ഞങ്ങളെ വീട്ടിൽ നിന്ന് അങ്ങനെ ഞങ്ങളുടെ വണ്ടീനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു മൂവിങ് ട്രക്കിൻ്റെ. അപ്പോൾ അതിൻ്റെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളെ കാർഡൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങളത് വണ്ടി കൊണ്ടുവരാൻ കഴിച്ചു. ആ ടൈമിൽ ഞങ്ങൾ വണ്ടി രാത്രിയാണ് കൊണ്ടുവരുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ബാപ്പനോട് പറഞ്ഞു ഞങ്ങൾ വരണ്ട ഊന്തണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാപ്പ ഞങ്ങളെ കണ്ടപ്പോൾ അപ്പോൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എൻ്റെ ബാപ്പ. അങ്ങനെ ബാപ്പയും ഞങ്ങളൊക്കെ ഈ വണ്ടി ഇങ്ങനെ ഊന്തിക്കൊണ്ടുവന്ന്, അതുപോലെ തന്നെ വേറെ റൂട്ടിൽ നിന്ന് 2 പേര് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടിട്ട് കവരത്തിയിലൊരു വ്യക്തി ഉണ്ടായിരുന്നു, പിന്നെ ആന്ധ്രത്തിലുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ മുൻപരിചയമില്ല ഞങ്ങളെ. എന്നിട്ട് ഞങ്ങളെ വന്ന് അവർ സഹായിച്ചു. അവരവിടെ വരെ ഊന്തിക്കൊണ്ടുപോയി വെക്കാനായിട്ട് സഹായിച്ചു. പിന്നെ അതൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് വാപ്പക്ക് നെഞ്ചുവേദന വന്നു എന്ന് പറഞ്ഞു. അതിന് മുന്നേ വാപ്പ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നെഞ്ച് വേദന ഉണ്ടെന്ന് വാപ്പ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെയും വാപ്പ എന്നോടത് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്തു, വാപ്പ നടക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വാപ്പനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പോകുമ്പോഴാണ് പറയുന്നത് വാപ്പക്ക് അറ്റാക്കാണെന്ന്, മേജർ അറ്റാക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേടിച്ചു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഒരുപാട് പേടിച്ചു. ബാപ്പ എന്നിട്ടും ബാപ്പ പറയുന്ന ഒറ്റ വാക്ക് മാത്രം, മക്കളെ നിങ്ങൾ കട തുടങ്ങ് എന്നൊരിത് ബാപ്പ പിന്നെയും പറയുന്നുണ്ട്. നിങ്ങളേത് നോക്കണ്ട, എന്നെ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ആ കട ഫസ്റ്റ് ഓപ്പൺ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ബാപ്പ ഒരുപാട്. ഞങ്ങൾക്കത് കേട്ട ടൈമിൽ ഞാൻ വിചാരിക്കുന്നു ബാപ്പാൻ്റെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് എന്തായാലും കട തുടങ്ങണം, ഇനി പിന്നോട്ട് മാറിയാൽ ശരിയാവൂല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡും പറഞ്ഞു. ഹസ്ബൻഡ് ഒരു വാശി തന്നെ, എൻ്റെ ബാപ്പാൻ്റെ ഒരു ഇതിൽ തന്നെ എനിക്ക് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡും പറഞ്ഞ്. ഇപ്പം ഞങ്ങളൊന്നും നോക്കിയില്ല. എന്നിട്ട് അതിൻ്റെ ബാഗിൽ പോയി. എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല, പാപ്പ അവിടെ കിടക്കാണ്, അപ്പോൾ പാപ്പനെ എങ്ങനെയെങ്കിലും കരക്കയറ്റണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് നോർമലായ ടൈമിലാണ് പാപ്പനെ ഓപ്പറേഷൻ എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പാപ്പനെ കയറ്റുന്നത്. അങ്ങനെ പാപ്പനെ കയറ്റിയിട്ടും കൂടി എൻ്റെ മനസ്സ് ശരിയില്ല, എന്നാൽ എന്ത് ചെയ്യും എന്നാലൊരു ഇതുപോലെ. എന്നിട്ടും പാപ്പ തന്ന ധൈര്യത്തിൽ, എൻ്റെ ഹസ്ബൻഡ് തന്ന ധൈര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു, ആ കടയിലുള്ള ഒരുപാട് ഇതൊക്കെ ഞങ്ങൾ നോക്കി. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ കറണ്ട് കിട്ടിയ പിറ്റിയാന്നാണ് പറയുന്നത്, ഇന്നൊരു പ്രോബ്ലം ഉണ്ട്. അങ്ങനെ പിന്നെ അവിടെ കട നടത്തേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് സങ്കടമായി. ഒരുപാട് പൈസ അവിടെ ചിലവായതാണ്. ഇല്ലാത്ത പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചെടുത്ത് അവിടെ വരെ എത്തിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് സങ്കടമായി, അവിടെ നടത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയും ഞാൻ വിചാരിക്കുന്നു അവിടെ തോറ്റാൽ ശരിയാവൂല, വീണ്ടും നോക്കണം, ശ്രമിക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. എൻ്റെ മക്കൾക്ക് വേണ്ടിയെങ്കിലും ഒരു സന്തോഷത്തായിട്ട്, കടനില്ലാത്തൊരു ലൈഫ്, സന്തോഷത്തായിട്ട് ജീവിക്കാനുള്ള ഒരു ലൈഫ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ തീരുമാനം മുന്നോട്ടെടുത്തത്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, എന്നെപ്പോലെ ഏതെങ്കിലും കടയുണ്ടോ, നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ പറ്റത്തില്ല, ഒരുപാട് സാധനങ്ങൾ വാങ്ങിയതാണ്, നിർത്താൻ പറ്റത്തില്ല, എന്തായാലും മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ എളാമാൻ്റെ ഒരു കട ഉണ്ട്, ഒരു ചെറിയ പെട്ടിക്കടയാണ്, നിനക്കത് പറ്റുമോ, അതിൽ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ നമുക്ക് നോക്കാം അവിടെ പോയിട്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി, എൻ്റെ ഹസ്ബൻഡും കൂടി, ആദ്യം എൻ്റെ ഫ്രണ്ടും ഞാനും കൂടിയായിരുന്നു നോക്കാൻ പോയത്. ആദ്യം അവരെ വീട്ടിൽ പോയി ചോദിച്ചു. അവർ പറഞ്ഞു നിങ്ങൾ നടത്തിക്കോ, ഒരു പ്രശ്നവും ഇല്ല. ചെറിയ വാടകയായിരുന്നു, ചെറിയ പെട്ടിക്കടയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ പോയി അവിടെയൊക്കെ ക്ലീൻ ചെയ്ത്. എനിക്കപ്പോൾ ആ ടൈമിൽ സന്തോഷമായി. പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടുമെന്നും കട ഇതാക്കാൻ പറ്റുമെന്നൊന്നും എൻ്റെ ഒരു ഇതില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഞാൻ ഹസ്ബൻഡും സന്തോഷമായി. ഞങ്ങൾ പോയി അവിടെയൊക്കെ ക്ലീൻ ചെയ്ത്. അവിടെ കറണ്ടിന് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ പണിയും ഹസ്ബൻഡ് ഒറ്റ വാശി പറഞ്ഞു പെട്ടെന്ന് കട തുടങ്ങണം, ബാപ്പയുടെ ആഗ്രഹമല്ലേ, പെട്ടെന്ന് ബാപ്പ വരും മുന്നേ തുടങ്ങണം. ഞങ്ങളൊന്നും നോക്കിയില്ല. ആ ടൈമിൽ എൻ്റെ കയ്യിൽ ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ. ഈ കടക്കുള്ള സാധനമേ വാങ്ങാൻ പറ്റിയുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ അതിൽ ചായക്കായാലും എല്ലാറ്റിലായാലും ഒരു എമൗണ്ട് വെച്ച് വാങ്ങണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അപ്പം എന്നെ ഒരുപാട് സഹായിച്ചു ഒരു കടയിലെ ഒരു വ്യക്തി. അവർ സഹായിച്ച ഒരു ഇതിൽ കൊണ്ട് അന്ന് തന്നെ ഞങ്ങൾ കട സ്റ്റാർട്ട് ചെയ്തു. മാഷാ അല്ലാഹ്. ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ തീർച്ചയായും സന്തോഷം തോന്നുമല്ലോ. ഇന്നിപ്പോൾ പിന്നിലേക്ക് നോക്കുമ്പോൾ ഈ വളർച്ചയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ആദ്യം ചെറിയൊരു സംരംഭമായിരുന്നു ഞാൻ തുടങ്ങിയത്. ഇപ്പോൾ മാഷാ അല്ലാഹ് കുറച്ചുകൂടി ഉയർന്നെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഞാൻ പ്രതീക്ഷയില്ല ഇവിടെ വരെ എത്തുമെന്ന്. എൻ്റെ പാപ്പ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ വീണപ്പോൾ ഞങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് ആൾക്കാരെ ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ട് ഓരോ ടൈമിൽ. നമ്മളൊരു അടി വീഴുമ്പോൾ നമ്മളെ സഹായിക്കാൻ വേറെ ആൾക്കാരുണ്ടെന്ന് വിശ്വാസം ഉണ്ടായാലേ അവർക്ക് ഉയരാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ എന്തായാലും അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. എനിക്കിപ്പോൾ പിന്നോട്ട് നോക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഈ യാത്രയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചൊരു പാഠം, വലിയൊരു പാഠം എന്താണ്? നമ്മൾ പിന്നോട്ട് വെക്കുന്ന കാല് മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചാൽ നമ്മൾ എന്തായാലും മുന്നേറും, അത് ഉറപ്പാണ്. നമ്മൾ പിന്നോട്ടാകും പോലെ നമ്മുടെ മനസ്സും പിന്നോട്ടാകും. നമ്മൾ മുന്നോട്ട് വെക്കുന്ന പോലെ നമ്മുടെ മനസ്സും മുന്നോട്ട് തന്നെ പോകും. ഇന്നിപ്പോൾ പല സ്ത്രീകളും സ്വന്തം കഴിവുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വയം തൊഴിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോടും യുവതികളോടും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇവിടുത്തെ സ്ത്രീകളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അടിച്ചു താത്താനായിട്ടുണ്ടാവും. നമ്മളൊരു സ്ത്രീയാണ്, മുന്നോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. പറഞ്ഞാൽ ഫാമിലിയിൽ നിന്നായാലും ഹസ്ബൻഡിൽ നിന്നായാലും പുറത്തുനിന്നായാലും നമ്മൾ മുന്നോട്ട് തന്നെ ശ്രമിക്കുക പോകാനായിട്ട്. അപ്പം നമ്മളെ ആൾക്കാർ മനസ്സിലാക്കോളും. നമ്മളെ ഫാമിലി ആയാലും ഹസ്ബൻഡ് ആയാലും ആരായാലും നമ്മളത് നടത്തി കൊടുത്താലേ അവരത് വിശ്വസിക്കുള്ളൂ. അതുവരെ അവരാരും നമ്മളെ വിശ്വസിക്കില്ല. മെയിൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ നോക്കിയിട്ട് കാര്യമല്ല, എന്ത് ചെയ്താലും മുന്നോട്ട് ശ്രമിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. വളരെ നല്ലൊരു അനുഭവങ്ങളാണ് നിങ്ങളിവിടെ പങ്കുവച്ചത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഇങ്ങനൊരു അവസരം തന്നതിന് ആകാശവാണി കവരത്തിന് ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൺഫൂരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി സംരംഭകയും ആന്ത്രോത്ത് ദ്വീപ് സ്വദേശിനിയുമായ ശ്രീമതി ഫർഹാന. ഈ പരിപാടി തയ്യാറാക്കിയത് ബി സമീയ സലാഹിയ മൻസിൽ. നന്ദി, നമസ്കാരം.